നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തലിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ കൃത്യമായ മിനിറ്റുകൾക്ക് മുൻപ്, ഹിസ്ബുള്ളയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രിസിഷൻ മിസൈൽ നിർമ്മാണ കേന്ദ്രം, അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട മിസൈലുകളും ഡ്രോണുകളും മറ്റുമൊക്കെ വികസിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണം ഇക്കഴിഞ്ഞ 14 മാസക്കാലം 400 ദിവസത്തോളം ഹിസ്ബുള്ള നടത്തിയിരുന്നത്. ഇതാദ്യം മുതലേ തന്നെ ഇസ്രയേൽ കണ്ടെത്തിയതാണ്. പക്ഷേ അവിടെ ആക്രമിക്കാനും അവിടേക്ക് കടന്നു ചെന്ന് ഒരു അതിഭീകരമായ ഒരു പ്രഹരം നൽകാനുമൊക്കെ വലിയ സമയമെടുക്കുമെന്നും, അതുപോലെ ഭീകരർ അതിന് മറുപടിയായി വലിയൊരു ആക്രമണത്തിലേക്ക് കടന്നാൽ അത് കൂടുതൽ ദുസ്സഹമായ സാഹചര്യത്തിലേക്ക്, കൂടുതൽ സാധാരണ ജനങ്ങളുടെ ജീവനെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇസ്രയേലിന് കടക്കേണ്ടി വരുമെന്ന ഒരു ഭീതി കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം അതിനെ വിട്ടുവച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന്റെ അവസാന മണിക്കൂറിൽ ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്കായി വലിയൊരു സമ്മാനം കാത്തുവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണ് മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിൽ അതിഭീകരമായ ഒരാക്രമണം, ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം IDF നടത്തിയതായി ഇപ്പോൾ വ്യക്തമാക്കുന്നതും അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഹിസ്ബുള്ള മുട്ടുമടക്കിയ സാഹചര്യത്തിൽ വെടിനിർത്തൽ അംഗീകരിച്ച ഘട്ടത്തിൽ ഹമാസും ഇത്തരത്തിൽ ബന്ദികളെ കൈമാറാനും ഈ യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഒരു നീക്കത്തിലേക്ക് ഓടി നടന്നുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം കണ്ടു. ഹമാസിന്റെ മുതിർന്ന നേതാവ് സാമി അബു സുഹ്രി അടക്കം റോയിറ്റേഴ്സിനോട് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ തുറന്നു പറയേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. തങ്ങൾക്കും ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കുക, നിലവിലുള്ള പോരാളികളുടെ ജീവനെങ്കിലും തങ്ങൾക്ക് രക്ഷിക്കേണ്ടതുണ്ട്, അത് തങ്ങളുടെ ഒരു ബാധ്യതയായി കാണുന്നു എന്നാണ് നിലവിൽ അവരും വ്യക്തമാക്കിയിരിക്കുന്നത്. യഹ്യ സിൻവറിന്റെ മരണമൊക്കെ തന്നെ അവർക്ക് വലിയ തോതിൽ ഒരു തിരിച്ചടി ആയിരിക്കുന്നതിന് പിന്നാലെയാണ് സാമി അബു സുഹ്രിക്ക് അടക്കം നെഞ്ചെടുപ്പേറിയതിന് പിന്നാലെ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെയാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. 4 മണിക്കാണിത് പ്രാബല്യത്തിൽ വരുന്നത്. അതിനേതാനും മിനിറ്റുകൾക്ക് മുൻപായി തന്നെ ലെബനിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഭൂഗർഭ അണ്ടർഗ്രൗണ്ട് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ നിർമ്മാണ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പാഞ്ഞെടുത്തു ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ. ശേഷം മിനിറ്റുകൾക്കകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ അത് തകർത്തുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. സിറിയൻ അതിർത്തിയോട് ചേർന്ന് കിഴക്കൻ ലെബനിലെ ബെക്ക താഴ്വരയിലെ ജന്ത പട്ടണത്തിന് സമീപത്ത് ഏകദേശം 1.5 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ 1.4 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ കേന്ദ്രത്തിന്റെ വ്യോമാക്രമണ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടത്. യുദ്ധവിമാനങ്ങൾ ഏകദേശം 4 മണിക്കൂറിലധികം നേരമാണ് ഈ മേഖലയിൽ കൃത്യമായ രീതിയിൽ ആക്രമണം നടത്തിയതായി IDF വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഈ 4 മണിക്കൂർ നേരം, അതും കേവലം ഒരു 1.5 കിലോമീറ്റർ പരിസരത്ത് നടത്തിയത് എന്ന് ചോദിച്ചാൽ, ഇനി ഒരു കാലത്തും അവർ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ വാശിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നീക്കം നടത്തിയത്. അവിടെ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഹിസ്ബുള്ള ഭീകര സംഘത്തിന്റെ കഴിവിനെ പൂർണ്ണമായും ഞങ്ങൾ തച്ചു തകർത്തു എന്നാണ് IDF ഇപ്പോൾ പ്രസ്താവനയിലൂടെ പറയുന്നത്. അതിനുശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ എല്ലാ തരത്തിലുമുള്ള കഴിവുകളെ ഇല്ലായ്മ ചെയ്യാനാണ് IDF ഏറ്റവും ഒടുവിൽ പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ നെതന്യാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വെടിനിർത്തൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലോ, ഒരു വെടിയുണ്ടെങ്കിലും ചീറിപ്പാഞ്ഞെത്തിയാലോ അതിഭീകരമായ തിരിച്ചടിയായിരിക്കും അത് ആര് തന്നെ ആയിരുന്നാലും 4 പാടും നൽകാനായി തങ്ങൾ തയ്യാറെടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. മിസൈൽ സൈറ്റിൽ വലിയൊരു ബോംബാക്രമണം നടത്തുന്നതിന് മുൻപായി കേന്ദ്ര ഹിസ്ബുള്ള റദ്വാൻ ഫോഴ്സിന്റെ ബേസ് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വിമാനങ്ങൾ ആക്രമണം നടത്തിയെന്ന് IDF തന്നെ പ്രസ്താവന ഇറക്കി വ്യക്തമാക്കുന്നുണ്ട്. റദ്വാൻ ബേസിൽ നടന്ന ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഭീകരരാണ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറാന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഹിസ്ബുള്ള ഇവിടെ വലിയൊരു മിസൈൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിച്ചതായി IDF തന്നെ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ മിസൈൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ പടയൊരുക്കാനുള്ള നീക്കം തന്നെയാണ് അവർ നടത്തിയിരുന്നത്. ഇക്കാല അളവിലൊക്കെ തന്നെ അവർ ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള മിസൈലുകൾ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും അവ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. അത് ഇറാൻ നിർമ്മിത മിസൈലുകൾ തന്നെയാണ്. കാരണം ഇറാന്റെ പലതരത്തിലുള്ള ഗവേഷക സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിസിഷൻ സർഫസ് ടു സർഫസ് മിസൈലുകളും മറ്റായുധങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഗൈഡഡ് മിസൈലുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഈ കേന്ദ്രത്തെ ഹിസ്ബുള്ള ഇത്രയും കാലം ഉപയോഗിച്ചു. ഹിസ്ബുള്ളയ്ക്കൊപ്പം തന്നെ ഇറാനിയൻ പ്രവർത്തകരും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവ് IDF-ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണം ഒരു
തരത്തിലും ഒരു സാഹചര്യത്തിലും ഇസ്രയേൽ നടത്തുമെന്നുള്ളത് ഹിസ്ബുള്ള പ്രതീക്ഷിച്ചതുപോലുമല്ല, സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. കാര്യം ഈ കഴിഞ്ഞ 420 ദിവസത്തോളം ആക്രമണം ഇത്രയും ശക്തമായപ്പോൾ, ഇക്കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അതിഭീകരമായ ആക്രമണം ഉണ്ടായപ്പോൾ പോലും ഒരിക്കൽ പോലും ഈ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇസ്രയേൽ തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഹിസ്ബുള്ള പ്രവർത്തകരും. സിറിയയുമായിട്ടുള്ള അവരുടെ അഭേദ്യമായ സാമീപ്യം അതിനെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് കരയുദ്ധമടക്കം സിറിയയിലേക്ക് വ്യാപിപ്പിക്കാനായി ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു തിരിച്ചടിയായി ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയത്. പക്ഷേ അവരുടെ ആ ഒരു ബന്ധം എങ്ങനെയാണ് ഇതിൽ കൂടുതൽ സങ്കീർണമായത് എന്ന് ചോദിച്ചാൽ, കൃത്യമായി മിസൈലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ഘടകങ്ങൾ ഇറാനിൽ നിന്നും ലെബനിലേക്ക് കടത്താനായി ഹിസ്ബുള്ളയെ കൂടുതൽ സഹായിച്ചത് സിറിയൻ ബോർഡർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഭീകരർക്കായി സിറിയയ്ക്കും ലെബനിനുമിടയിൽ സഞ്ചരിക്കാനുള്ള ഒരു അനുവാദം ഈ മേഖലയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് തകർക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി ഇത്രയും കാലം അവർ മുന്നിൽ കണ്ടിരുന്നത്. യുദ്ധകാലത്ത് ലക്ഷ്യമിട്ട ലെബനിലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഉൽപാദന കേന്ദ്രം കൂടിയാണിത്. വർഷങ്ങളായി അവർ ശേഖരിച്ച നിർമ്മിച്ച കൃത്യമായ ഇന്റലിജൻസ് ഫയൽ അത് തന്നെയാണ് ഇപ്പോൾ അവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരിയാണ് ബുധനാഴ്ച വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തി ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കാര്യം വളരെ വ്യക്തമായി പറയുന്നത്. ഇസ്രയേൽ ഒട്ടനവധി കാലമായി ഈ സൈറ്റ് നിരീക്ഷിച്ചു പോരുകയായിരുന്നു. ഈ സമുച്ചയത്തിന്റെ പലയിടങ്ങളായി തിരിച്ചുകൊണ്ട്, പല കേന്ദ്രങ്ങളായി മാറ്റിവെച്ചുകൊണ്ട്, അവ ഓരോന്നും കൃത്യമായി ഉപരിതലത്തിൽ നിന്നും സർഫസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ തച്ചു തകർക്കാനായി നിരീക്ഷിച്ചിരുന്നു. കൃത്യമായ മാർഗനിർദ്ദേശമുള്ള മിസൈലുകൾ, അവ കൃത്യമായി തന്നെ ആക്യുറേറ്റായി പ്രിസൈസായി നടത്തിയ ആക്രമണം, അതിലൂടെ ഹിസ്ബുള്ളയെ തടയുക എന്നതും തീവ്രവാദ ഗ്രൂപ്പിന്റെ ഇറാൻ ആയുധ വിതരണം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന ഇസ്രയേലിന്റെ കേന്ദ്ര പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് കൂടിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചതെന്നും പറയുന്നു. വടക്കൻ അതിർത്തിയിൽ ഏകദേശം 14 മാസമായി ഹിസ്ബുള്ള തുടങ്ങിയ ഈ പോരാട്ടം അത് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന അമേരിക്കയും ഫ്രാൻസും ഇടനിലക്കാരായിട്ടുള്ള ഈ കരാറിന് കീഴിൽ തന്നെയാണ് ഹിസ്ബുള്ളയും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത്. ഇനിയിപ്പോൾ തൊട്ടു പിന്നാലെ ഹമാസുമായിട്ടുള്ള ഒരു കരാറും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.